റാണി, നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് വേണ്ട. രാഘവനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് റാണിയെ തടഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു. അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? എത്ര അടിയാ ആ പന്നനാറി അടിച്ചത്. അടിക്കൊണ്ട് വീർത്ത കവിളിൽ തടുപ്പി പല്ലും ഞെരിച്ചുകൊണ്ട് റാണി പാക്കിയോടെ പറഞ്ഞു. അവൻ്റെ അഹങ്കാരം ഇന്നോടെ തീരണം. എടി, ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്ക്. നിനക്ക് അന്നത്തെ രാത്രി ഓർമ്മയില്ലേ? നമ്മളെപ്പോലൊരു പെൺകുട്ടിയല്ലേ മുന്നിൽ കിടന്ന് മാനത്തിന് വേണ്ടി കേണത്. അന്ന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് നീയല്ലേ കരഞ്ഞത്. എന്നിട്ടിപ്പോൾ പകരം ചോദിക്കാൻ വന്നവനെ ഒറ്റുന്നോ? എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ നാരായണൻ കിടന്നു. അയാളിനി എണീക്കാനൊന്നും പോണില്ല. അതിനവൻ സമ്മതിക്കുകയുമില്ല. ഇനിയുള്ള ആകെ പിടിവള്ളി ആ രാഘവനാണ്. അയാളെ സോപ്പിട്ട് നിന്നാലേ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കൂ. വേണ്ടടി, നമുക്കിനി പഴയ ജീവിതമൊന്നും വേണ്ട. എല്ലാം നിർത്തി ഇനിയുള്ള കാലം സ്വസ്ഥതയോടെ ജീവിക്കാം. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും അവനുള്ള പണി ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. റാണി ഫോൺ ചെവിയോട് ചേർത്തു. സാറേ, അവനില്ലേ ആ നാരായണൻ്റെ മകൻ. അവൻ പകരം ചോദിക്കാൻ വന്നതാണ്. രാഘവൻ ഫോൺ എടുത്തതും മറുതലയ്ക്കിൽ നിന്നും കേട്ടത് ഇതായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം റാണി വിശദമായി ഫോണിലൂടെ അയാളോട് പറഞ്ഞു. റാണി ഫോൺ ചെയ്യുന്ന സമയം രേവതി ഒരു മെസ്സേജ് മറ്റൊരു നമ്പറിലേക്ക് സെൻഡ് ചെയ്തു. കഴിഞ്ഞോ? സന്തോഷത്തോടെ വരുന്ന റാണിയെ നോക്കി രേവതി ചോദിച്ചു. കഴിഞ്ഞടി, അവനുള്ള പണി കിട്ടിക്കോളും. നമുക്കിനി നാട്ടിലൊക്കെ പോയി ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്നാൽ ഇന്ന് തന്നെ പോകാം. സിറ്റിയിൽ ചാരി കണ്ണുകളടച്ച മല്ലിയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അനീഷിൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. അവൻ കണ്ണു തുറന്ന ഫോണിലേക്ക് നോക്കി. സാർ, ഞാൻ രേവതി. റാണി രാഘവനോടെല്ലാം വിളിച്ചു പറഞ്ഞു. സാറിന് സൂക്ഷിക്കണം. ആ മെസ്സേജ് വായിച്ച് അവന് നൂറ് ചിരിച്ചു. കൊള്ളാം, ഞാൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് രാഘവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കിരണേ. ഓ, എന്താളിയാ? ഉടനെ രാഘവനെത്തും. സത്യമാണോ അളിയ? അപ്പോൾ ആ പെണ്ണെല്ലാം തന്തപ്പിടി വിളിച്ച് പറഞ്ഞോ? പറഞ്ഞത് സാന്ദ്രയല്ല, റാണിയാണ്. അവളെ വെറുതെ വിടണ്ടായിരുന്നു. കിരൺ ദേഷ്യത്തോടെ പറഞ്ഞു. അത് വിടടാ, നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. രാഘവൻ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി അകത്തേക്ക് പാഞ്ഞു. രാഘവൻ്റെ വരവും കാത്തുന്നതുപോലെ അനീഷ് ഹാൾ തന്നെ ഉണ്ടായിരുന്നു. ഡാ, അയാൾ അനീഷിൻ്റെ മുന്നിലായിരുന്നു. അപ്പോൾ നീയെല്ലാം മറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? സാറിന് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ. നിൻ്റെ ഉദ്ദേശം എന്താ? സാറിൻ്റെ ഉദ്ദേശം എന്താ? അത് തന്നെ എൻ്റെയും. അവനൊരു കൂസലുമില്ലാതെ പറഞ്ഞു. ഇനി നിൻ്റെ പ്ലാൻ എന്താ? എല്ലാം എല്ലാവരെയും അറിയിച്ചില്ലേ? ഇനി നീ തിരിച്ചു പോകുന്നതാ നിൻ്റെ ജീവനം നല്ലത്. അത് ഞാനല്ലേ സാറ് തീരുമാനിക്കേണ്ടത്. ഇതെൻ്റെ വീടാ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകേണ്ടത്? നിൻ്റെ അച്ഛൻ ഇതറിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. ആ, താൻ ഇത്രയ്ക്ക് വിഡ്ഢിയായി പോയില്ല സാറേ. അയാൾ ഇനി എണീക്കാനൊന്നും പോകുന്നില്ല. ചാകുന്നത് വരെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നീ മനഃപൂർവ്വം എണ്ണ ഒഴിച്ചതാണല്ലേ? അയാളൊന്ന് ഞെട്ടിയെങ്കിലും അത് മറിച്ച് അവനോട് ചോദിച്ചു. അതിന് മറുപടി അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എടാ അനീഷേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്താ? സാർ എണീറ്റ് പൊയ്ക്കോ. എന്നിട്ട് അടുത്തത് എന്നെ കൊല്ലാനുള്ള പണി നോക്കിക്കോ. നിന്നെ കൊല്ലാനോ? ഞാനോ? നീ എൻ്റെ മരുമകനല്ലേ? എനിക്കിനി രണ്ടാമത് കെട്ടാനൊന്നും വയ്യ സാറേ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കും, എൻ്റെ ഭാര്യ. അപ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കില്ല അല്ലേ? ഇല്ല സാറേ, നടക്കാത്ത കാര്യത്തിന് വേണ്ടി സാർ വാശി പിടിക്കണ്ട. ഒരിക്കൽ കൂടി നിനക്ക് എന്നെ കാണേണ്ടി വരും. തീർച്ചയായും. ഞാനും ഇനി അതിനുള്ള കാത്തിരിപ്പിലാണ്. മോളെ. അയാൾ പോകാനായി എഴുന്നേരത്തും പഴിക്കിട്ട് ഇറങ്ങി വരുന്ന സാന്ദ്രയെ കണ്ട് രാഘവൻ അടുത്തേക്ക് ചെന്നും. മോളോ? ആരുടെ മോള്? എനിക്കിങ്ങനൊരു അച്ഛനില്ല. ആ, നീയും ഇവർ പറയുന്നത് വിശ്വസിച്ചിരിക്കുവാണോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നിങ്ങൾ എത്രയ്ക്ക് നീചനാണെന്ന് ഞാൻ കരുതിയില്ല. മോളുടെ പ്രായമുള്ള പെൺകുട്ടികളെ എങ്ങനെ തോന്നുന്നു ഇതിനൊക്കെ? എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ തന്നെ അറപ്പ് തോന്നുവാ. നീ നോക്കണടി. നീ ഇവനെ വിശ്വസിച്ച് ഇവിടെ കഴിഞ്ഞോ? അവസാനം കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളാണോ എൻ്റെ അമ്മയെ കൊന്നത്? അവളുടെ ചോദ്യത്തിന് മുന്നിൽ അയാളൊന്ന് പതറിപ്പോയി. പറയില്ലെന്ന് എനിക്കറിയാം. ഈ മുഖത്തു നിന്നും എല്ലാം എനിക്ക് വ്യക്തമാകുന്നുണ്ട്. പൊക്കോ, ഇനി ഇങ്ങോട്ട് വരരുത്. എനിക്കിനി നിങ്ങളെ കാണണ്ട. അവൾ മുകളിലേക്ക് പോയി. അയാൾ അനീഷിനെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി ജീപ്പിൽ കയറി പാഞ്ഞുപോയി. ആളിയാ, നീ ഇത് എന്ത് കണ്ടിട്ടാ അയാളോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ? രാഘവൻ പോയതും കിരൺ അനീഷിനെ നോക്കി ചോദിച്ചു. ഞാനൊന്നും കണ്ടിട്ടില്ല കിരണേ. അളിയ, അയാൾ വെറുതെ ഇരിക്കില്ല. അതുമല്ല, അയാൾ പോലീസല്ലേ. ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കി ജയിലടച്ചാലും മതിയല്ലോ. എന്തായാലും എന്നെ അയാൾ ജയിലൊന്നും അടക്കില്ല. പിന്നെ അത് കിട്ടുന്ന എല്ലാവരും ഒരേപോലെ ചോദിച്ചു. എനിക്കയാൾ കൊലക്കയറാണ് വിധിച്ചിരിക്കുന്നത്.
മോനെ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഗീത അമ്പരപ്പോടെ ചോദിച്ചു. അളിയ നീ വെറുതെ തമാശ പറയലേ. എടാ ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഏട്ടാ എനിക്ക് പേടിയാകുമോ ഏട്ടാ? ഏട്ടനെ കൂടി നഷ്ടപ്പെടാൻ വയ്യ, കൃഷ്ണ പേടിയോടെ പറഞ്ഞു. മോളെ മരിക്കാനൊന്നും ഏട്ടന് ഒരു പേടിയുമില്ല. എന്നാൽ ഞാൻ അയാളുടെ കൈ കൊണ്ട് മരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഏട്ടനൊന്നും കാണാതെ ഇങ്ങനെ നിൽക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അവൻ കൃഷ്ണനെ ചേർത്ത് നിർത്തി പറഞ്ഞു. എൻ്റെ ഏട്ടൻ പുലിയല്ലേ, അതാണ്. എടാ കിരണേ, നിന്റെ ആലോചന ഇതുവരെ മാറിയില്ലേ? അവൻ കിരണിൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. നിനക്കൊരു ടെൻഷനും വേണ്ട, ഞാൻ ചാകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോകൂ പോരെ. അവിടെയും എനിക്കൊരു സമാധാനവും തരില്ലല്ലോ. ഇല്ലട കിരണേ, ചത്താലും ജീവിച്ചാലും നമ്മൾ ഒരുമിച്ച്. എന്ത് പറയാനാ എൻ്റെ വിധി. അമ്മേ കടുപ്പത്തിലൊരു ചായ പോട്ടെ, അവൻ ഗീതയെ നോക്കി പറഞ്ഞു. ഞങ്ങൾക്ക് വേണം, തുളസിയും സാന്ദ്രയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മോന് വേണ്ടേ? ഒന്നും മിണ്ടാതെ ചിരിയോടെ നിൽക്കുന്ന അനീഷിനെ നോക്കി ഗീത ചോദിച്ചു. അതൊക്കെ എൻ്റെ അമ്മ ഗീതയുടെ ഇഷ്ടം. സ്നേഹത്തോടെ ചായ ഇട്ട് തന്നാൽ ഞാൻ നിരസിക്കില്ല, അവൻ ഗീതയുടെ താഴ്ത്തുമ്പിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഗീത ചിരിയോടെ അടുക്കളയിലേക്ക് പോയി. സോറി, നിന്നോട് എത്ര തവണ സോറി പറയണം രോഹിത്. എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അച്ഛൻ പറയണത് കേട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അതാ ഞാൻ. സാന്ദ്ര ഫോണിലൂടെ സങ്കടത്തോടെ പറഞ്ഞു. ഇപ്പോൾ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നിന്നെ മനസ്സിലാകും പെണ്ണെ, കരയണ്ട. എന്നാലും നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുക. ആദ്യം ഞാനും അങ്ങനെയായിരുന്നു, പിന്നെ തെളിവ് നിർത്തുമ്പോൾ ഞാൻ എങ്ങനെയാണ് രോഹിത് വിശ്വസിക്കാതിരിക്കുന്നത്? പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ ഏതൊന്നും ആലോചിക്കേണ്ട, ഞാൻ ഉടനെ വരും. അന്ന് നിന്നെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോരും പോരെ. അവൾ സന്തോഷത്തോടെ മൂളി. രാവിലെ തന്നെ നാട്ടിലേക്ക് പോകേണ്ട തിടുക്കത്തിലായിരുന്നു ഉണ്ണിയും വീട്ടുകാരും. മല്ലി ഓരോന്നും ഓർത്ത് ഒരു മൂലയ്ക്കൽ നിൽപ്പുണ്ട്. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തും തോറും അവളുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. എന്താ ചേച്ചി, ഇനിയും ചേച്ചിയുടെ പേടി മാറിയില്ലേ? ഞാൻ വരുന്നില്ല കൃഷ്ണേ, നിങ്ങൾ പൊയ്ക്കോ. അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത് ചേച്ചിയും കേട്ടതല്ലേ? ഞങ്ങളെയല്ലല്ലോ ചെല്ലാൻ പറഞ്ഞത്, ചേച്ചിയല്ലേ. എനിക്ക് പേടിയാ മോളെ. ദേ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കല്ലേ ചേച്ചിക്കുട്ടി, മര്യാദയ്ക്ക് വരാൻ നോക്ക്. നിങ്ങളിതുവരെ ഇറങ്ങിയില്ലേ? അകത്തേക്ക് കയറി ഉണ്ണി പേടിയോടെ ഇരിക്കുന്ന മല്ലിയെ നോക്കി ചോദിച്ചു. എൻ്റെ ഏട്ടാ, ഈ ചേച്ചിക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല, വരുന്നില്ലെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് ബഹളം വയ്ക്കുക. അവളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോളെ, കടന്നുപോയി കാര്യങ്ങൾ അങ്ങനെയല്ലേ. മല്ലി, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോയി സന്തോഷത്തോടെ ജീവിക്കാം. ഇനിയെങ്കിലും പേടിയൊക്കെ മാറ്റി വെച്ച് കുറച്ച് ധൈര്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഉണ്ണിയേട്ടാ, നമ്മൾ അവിടെ എത്തിയാൽ അയാൾ അറിയില്ലേ? അറിയും. അപ്പോൾ അയാൾ എന്നെ വീണ്ടും പിടിച്ചുകൊണ്ട് പോവില്ലേ? മല്ലി പേടിയോടെ ചോദിച്ചു. നമ്മൾ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അന്ന് വന്ന് സാറിന് കാര്യങ്ങളൊക്കെ അറിയാലോ. നമുക്ക് അയാളോട് സഹായം ചോദിക്കാം. അതുമല്ല, അനീഷും കിരണും അവിടെ ഇല്ലേ? അനീഷേട്ടൻ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരിക്കില്ലേ? അപ്പോൾ അച്ഛൻ പറയുന്നതല്ലേ കേൾക്കൂ. എൻ്റെ പൊന്നു പെണ്ണെ, നീ ഇത്രയ്ക്ക് വിഡ്ഢിയായിപ്പോയോ? അവസാനമായി നിന്റെ ബോഡി കൊണ്ടുപോയത് അനീഷല്ലേ? അപ്പം നീ ജീവനോട് തിരിച്ചു ചെന്നാൽ അയാൾ ആദ്യം അവൻ്റെ നേർക്കല്ലേ തിരിയൂ? അവിടെ അവൻ എന്ത് കള്ളം പറയാൻ പറ്റും? ഏട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ അനീഷേട്ടനെ വെറുതെ വിടുവോ? മോളെ, നമ്മൾ പേടിക്കുന്നതും അവിടെ നടക്കില്ല. നിനക്ക് വയ്യാതെ കിടക്കുന്ന നിന്റെ അച്ഛനെ കാണണ്ടേ? കൂടപ്പിറപ്പുകളെ കാണണ്ടേ? അമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല. അവരൊരു അമ്മയാണോ? അങ്ങനെയൊന്നും പറയില്ലേ ഉണ്ണിയേട്ടാ. എൻ്റെ അമ്മ പാവമാണ്. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ നടന്നുപോയി. ഞാൻ പഴയതൊന്നും പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തുന്നില്ല. നീ പേടിക്കുമ്പോൾ അവിടെ ഒന്നും നടക്കാനും പോകുന്നില്ല. അപ്പം നമുക്ക് ഇറങ്ങിയാലോ? പോകേട്ടാ, ഞാൻ റെഡി, കൃഷ്ണ സന്തോഷത്തോടെ പറഞ്ഞു. വാ ചേച്ചി പെണ്ണേ, നമുക്ക് പോകാന്നേ. അവൾ മല്ലിയുടെ കയ്യിൽ ബലമായി പിടിച്ച പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു പേടിയോടെ അവൾ കൃഷ്ണയുടെ പുറകെ നടന്നു. പുറത്തേക്കിറങ്ങിയ മല്ലി വണ്ടിയിൽ ചാരിപ്പുറം തിരിഞ്ഞു നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ മറന്ന് നിന്നുപോയി. ഉണ്ണിയേട്ടാ, അത്? അവളൊരു വിക്കലോട് ചോദിച്ചു. ഒരു നിമിഷം ഉണ്ണിയും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അതിശയിക്കാതെ ഇരുന്നില്ല. ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഇയാളോ? കൈവീശി വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന കിരണിനെ കണ്ട് കൃഷ്ണ ചോദിച്ചു. എന്താടാ കിരണേ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങ് പോകുന്നത്? എന്ത് പറയാൻ അളിയാ? അളിയൻ്റെ അളിയന് ഒരേ വാശി, നിങ്ങളെ വിളിക്കാൻ വരണമെന്ന്. എന്നാൽ പിന്നെ ഞാനും കൂടെ ഇങ്ങ് പോന്നു. ഒറ്റയ്ക്ക് വിടാൻ പേടിയാ. ഓ, ഒരു ധൈര്യശാലി വന്നിരിക്കുന്നു. കൃഷ്ണ അവനെ നോക്കി കളിയാക്കി. പോടി. അവൻ കൃഷ്ണയെ നോക്കി കൊഞ്ഞനം കുത്തി. നീ പോടാ. അവളും അതേപോലെ തിരികെയാക്കി. ഓ, തുടങ്ങി. കണ്ണിൽ കണ്ടാൽ പിന്നെ രണ്ടും കീരിയും പാമ്പുമാണ്. ഇതിനെ എങ്ങനെ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ വേണ്ടി ഈശ്വരാ.
ഉണ്ണി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതിന് ആര് ഇയാളെ കെട്ടാൻ പോണത്? എനിക്കങ്ങ് വേണ്ട. ഓ, ഐശ്വര്യ റായി എന്ന ഇവിടെ ചിലരുടെയൊക്കെ വിചാരം. അഭിഷേക് ബച്ചൻ വരും, കാത്തിരുന്നു. എന്താ മോളെ ഇത്? മുതിർന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നേ? ഉണ്ണികൃഷ്ണനെ നോക്കി ഒരു ശാസനയോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കളിയാ. അല്ല, പെങ്ങളെന്താ എന്നെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ചുറ്റും നിൽക്കുന്നവരെ പാടെ അങ്ങ് മറക്കും അല്ലേ പെങ്ങളെ? ഏയ്, ഞാനങ്ങനെയൊന്നും. പിന്നെ പ്രതീക്ഷിക്കാതെ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. അതെനിക്ക് മനസ്സിലായി. പിന്നെ പെങ്ങള് ഞങ്ങളോട് ക്ഷമിക്കണം. അളിയൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പെങ്ങളെ കൊണ്ടുപോകാൻ. അത് കേട്ടതും മല്ലിയും കൃഷ്ണയും ഒരുപോലെ ഞെട്ടിപ്പോയി. ആര് പറഞ്ഞിട്ട്? മല്ലി ഞെട്ടലോടെ ചോദിച്ചു. നാട്ടിൽ പോകുമ്പോൾ അയാളെ കാണേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും കൊണ്ടുപോകാൻ അന്വേഷിച്ച് തന്നെ വരുമെന്ന് അവൾ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. അളിയൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്? അളിയൻ്റെ അച്ഛനുമായിട്ടിപ്പോൾ നല്ല അടുപ്പത്തിലാണ്. പിന്നെ അന്ന് നടന്നതൊക്കെ അളിയന് പറയേണ്ടി വന്നു. ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നും. അപ്പോൾ തന്നെ അങ്കിളിന് പെങ്ങളെ കാണും, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ അങ്കിളിൻ്റെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ അളിയൻ്റെ പേരിലാണ്. ഇപ്പം മല്ലി തീർത്തും തളർന്നു പോയിരുന്നു. ചേർത്ത് നിർത്തിയ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. കൃഷ്ണ മല്ലിയൊന്ന് നോക്കി. മല്ലിയുടെ അവസ്ഥ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. താൻ എന്തൊരു മനുഷ്യനാടോ! ഈ പാവത്തിനെ ഉപദ്രവിച്ചൊന്നും പോരെ. ഇനിയും മകളുടെ കയ്യിലേക്ക് എൻ്റെ ചേച്ചി ഇട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പകരം എന്നെ വേണേൽ കൊണ്ടുവയ്ക്കൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനിത് സമ്മതിക്കില്ല. ഏട്ടാ, മനുഷ്യത്വം ഇല്ലാത്തൊരു ആളെയാണോ എനിക്ക് കണ്ടുപിടിച്ചത്? കൃഷ്ണ ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു. കൃഷ്ണേ, ആദ്യം നീയൊന്ന് അടങ്ങ്. ഇവൻ താലി കെട്ടിയ പെണ്ണ ഇവളെ എവിടെ കൊണ്ടുപോകണം എന്നുള്ളത് അവൻ്റെ കടമയാണ്. ഓഹോ, അപ്പോൾ ഏട്ടനും അവിടെ കൂടെയാണല്ലേ? ഈ പറയുന്ന കടമയൊന്നും കഴിഞ്ഞ ഒരു മാസം കണ്ടില്ലല്ലോ. ഈ പാവം ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പോട്ടെ, ഇടയ്ക്ക് ഇങ്ങനൊരു ഭാര്യ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്തെങ്കിലും വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും മല്ലി ഇവർക്ക് വിട്ടുകൊടുക്കാനേ നമുക്ക് കഴിയൂ. അമ്മേ, ഇത് കേട്ടിട്ടും അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കൃഷ്ണ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ എന്ത് പറയാനാ മോളെ? നമ്മളെക്കാളും അവകാശം അവർക്കല്ലേ? അപ്പോൾ അമ്മയും കൈയൊഴിയുകയാണല്ലേ? ഇത്രയും നാളും ചേച്ചിയെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയല്ലോ? അവൾ അമ്മയും ഉണ്ണിയും നോക്കി ചോദിച്ചു. അമ്മേ, ഇതും എന്നെപ്പോലൊരു പെണ്ണല്ലേ? അമ്മയ്ക്ക് എങ്ങനെ തോന്നും ഇതിന് കൂട്ടു നിൽക്കാൻ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അമ്മയും ഉണ്ണിയും കണ്ടപ്പോൾ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. അവൾ മുറ്റത്തേക്കിറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, അവൾ തിരിഞ്ഞു നിൽക്കുന്ന അനീഷിനെ നോക്കി വിളിച്ചു. എന്താ മോളെ? കൃഷ്ണയുടെ വിളി കേട്ടതും അനീഷ് പെട്ടെന്ന് തിരിഞ്ഞു. അന്ന് ഏട്ടൻ ആ നിൽക്കുന്ന പാവത്തിന് ജീവൻ രക്ഷിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? അന്നേ അതിനെ ഈ കൈ കൊണ്ടങ്ങ് കഴുത്ത് ഞെരിച്ച് കൊന്നു കളയാത്തത് എന്തേ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. മോളെ, എനിക്ക് അവളെ കൊണ്ടുപോയേ പറ്റൂ. അവളെൻ്റെ ഭാര്യയാണ്. ഭാര്യയോ? ആരുടെ? നിങ്ങളുടെയോ? കൃഷ്ണ കോപത്തിൽ ചിരിച്ചു. അതിന് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഒരിക്കലെങ്കിലും ഭാര്യയുടെ സുഖവിവരം ഒന്ന് അന്വേഷിച്ചിരുന്നോ നിങ്ങൾ? അത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ മാത്രം. ഞാൻ വിട്ടു തരില്ല. ഒരു നാരായണനും ഒരു അനീഷിനും എന്നെ കൊന്നിട്ട് നിങ്ങൾ കൊണ്ടുവയ്ക്കോ? അച്ഛൻ്റെ പണവും പ്രതാപവും കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ച് പോയല്ലേ? അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു. അവിടെ നടക്കുന്നത് ഒരു യന്ത്രത്തെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു മല്ലി. തനിക്ക് വേണ്ടിയാണ് കൃഷ്ണ വാദിക്കുന്നത്. സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹമാണ് ഇന്നലെ കണ്ട എനിക്ക് അവൾ വെച്ചു നീട്ടിയത്. കൃഷ്ണ പറഞ്ഞത് ശരിയാണ്. അച്ഛനെയും അച്ഛൻ്റെ പണത്തെയും കണ്ടപ്പോൾ അനീഷേട്ടൻ കഴിഞ്ഞതെല്ലാം മറന്നിരിക്കുന്നു. സ്വന്തം അമ്മയെപ്പോലും. രക്തബന്ധത്തിൻ്റെ വില ഇതാണ്. ആരുമില്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാ ആ മനുഷ്യൻ സ്വന്തം ജീവിതം കളയണം? അന്ന് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. അവൾ മനസ്സിൽ കൊതിച്ചുപോയി. എന്നെങ്കിലും എന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞതല്ല ഞാൻ. വരുമ്പോൾ എൻ്റെ സ്നേഹം തുറന്ന് പറയണമെന്ന് കരുതിയതുമാണ്. പക്ഷേ ഇനിയത് നടക്കില്ലല്ലോ. വീണ്ടും അച്ഛൻ്റെ ഭാര്യയെ കാണേണ്ടി വരില്ലേ എന്നെ? ഓർക്കും തോറും മല്ലിയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. കൃഷ്ണ വീണ്ടും മല്ലിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു.